പ്രളയത്തിൽ കേടായ ഇരുചക്ര വാഹനങ്ങൾ നന്നാക്കാൻ സൗജന്യ വർക്ക്ഷോപ്പുമായി KNM-ഉം ISM-ഉം. ആലുവയിലെ കടവിലാൻ ഹോണ്ടയാണ് ജീവനക്കാരെ വിട്ടുനൽകി ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിൽ വർക്ക്ഷോപ്പ് സജ്ജീകരിച്ചത്. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച എല്ലാ ഇരുചക്ര വാഹനങ്ങളും പാർട്സുകൾ ഉൾപ്പെടെ മാറ്റി സൗജന്യമായി റിപ്പയർ ചെയ്തു നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വർക്ക്ഷോപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ നിർവഹിച്ചു. KNM ജില്ലാ പ്രസിഡന്റ് PH ജാഫർ അധ്യക്ഷത വഹിച്ചു. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മുണ്ടക്കയം, ISM ജില്ലാ പ്രസിഡന്റ് അക്ബർ സൊലാഹി, ISM ജില്ലാ സെക്രട്ടറി അനസ് മൗലവി, ഈരാറ്റുപേട്ട KNM പ്രസിഡന്റ് അഷ്റഫ്, മണ്ഡലം നേതാക്കളായ സത്താർ, ഹാരിസ്, യൂനുസ്, കടവിലാൻ ഹോണ്ട ഉടമ സബീർ ആലുവ എന്നിവർ സംസാരിച്ചു. ആലുവയിൽ നിന്നെത്തിച്ച പ്രളയ ദുരിതാശ്വാസ സാമഗ്രികൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ ഏറ്റുവാങ്ങി. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഇരുചക്ര വാഹനങ്ങൾ ഇന്ന് വൈകുന്നേരം 6 മണിവരെ വർക്ക്ഷോപ്പിൽ എത്തിക്കാമെന്നും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ ആവശ്യക്കാർ ശ്രമിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈരാറ്റുപേട്ടയിൽ നടന്ന പ്രളയം എന്ന് പറയുന്നത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു ദുരന്തം, ഒരു പ്രളയമുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. സമൂഹത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടിയുള്ള നന്മക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലും ദൈവത്തിൻ്റെ കാരുണ്യവാനായ രക്ഷിതാവിൻ്റെ പരീക്ഷണം വന്നപ്പോൾ സ്വാഭാവികമായും അവരെ ചേർത്ത് നിർത്തുക എന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും ധാർമ്മികമായ ബാധ്യതയാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരള നിദവത്തുൽ മുജാഹിദീനും അതിൻ്റെ യുവജന വിഭാഗമായ ISM-ഉം എല്ലാ നാട്ടിലെയും പ്രയാസപ്പെടുന്നവരുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ടയിലും വന്നിരിക്കുകയാണ്. അതിൻ്റെ സന്നദ്ധ സേവന പ്രവർത്തനമായ ഈലാഫും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നത്ര പരമാവധി ഇരുചക്ര വാഹനങ്ങൾ സൗജന്യമായി, പാർട്സ് വേണമെങ്കിൽ പാർട്സ്, അങ്ങനെ എന്തൊക്കെ സംവിധാനം വേണോ അതിനെ നവീകരിച്ചുകൊണ്ട് ഓടാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ സജ്ജമാക്കുവാൻ ഈ കൗണ്ടറിൽ നിങ്ങളെ സമീപിക്കാവുന്നതാണ്. ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ആ പ്രളയം, വെള്ളപ്പൊക്കം വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈരാറ്റുപേട്ട ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായതായി നമുക്ക് ആർക്കും ഓർമ്മയില്ല. 1958-ൽ ഒരു പ്രളയം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് നമ്മളാരും കണ്ടവരല്ല, കേട്ടവരല്ല. എന്നാലും അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള പ്രളയമാണ് ഉണ്ടായത്. ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. ഏതാണ്ട് 300-350 കോടി രൂപ വരെയൊക്കെ നഷ്ടം വന്നു എന്നാണ് ഒരു ഏകദേശ കണക്ക്. വ്യാപാരികൾക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് അതിലേറെ വളരെ വലുതാണ്. അതൊക്കെ പരിഹരിക്കുക എന്ന് വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്ന് പറയാം. അതേപോലെ ഏതാണ്ട് 700ഓളം വീടുകളിലും വെള്ളം കയറി. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സൂചിപ്പിച്ചതുപോലെ വെള്ളം കയറി ഇരുചക്ര വാഹനങ്ങൾ നന്നാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അത് വളരെയേറെ നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് നാം കാണുന്നത്. ഒരു വലിയ പ്രളയ ദുരന്തമുണ്ടായ സാഹചര്യം, ആ സാഹചര്യത്തെ ഈ നാട് അതിജീവിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പിന്നെ റീഹാബിലിറ്റേഷൻ നടപടികളൊക്കെ നടന്നു വരികയാണ്. ഇന്നേക്ക് ഒരാഴ്ച പൂർത്തിയായി നമ്മുടെ നാട്ടിൽ മഴക്കെടുതി മൂലം നിരവധിയായ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളടക്കമുള്ള ഓഫീസുകളിലുമൊക്കെ ഭാഗികമായും പൂർണ്ണമായും വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. തൊട്ടുപിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ അതേ സമയം തന്നെ, ഈ നാട്ടിലുള്ള സുമനസ്സുകളായ നിരവധിയായിട്ടുള്ള ആളുകൾ കൈകോർത്തു പിടിച്ച് അത് വ്യക്തിപരമായും സംഘടനാപരമായും ഒക്കെ ചേർന്ന് നിന്ന് ഈ നാട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈരാറ്റുപേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈരാറ്റുപേട്ടയിലെ പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങുന്ന സമയം മുതൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളം കയറുന്നതിന് മുമ്പേ മെസ്സേജ് കിട്ടി. ഞാൻ റോഡുകളിൽ വെള്ളം കയറുന്നതിന് മുമ്പ് ഈരാറ്റുപേട്ട പട്ടണത്തിലേക്ക് ഔദ്യോഗിക വാഹനവുമായി ഇറങ്ങി.
ഒരു ജനപ്രതിനിധി എന്നെ വിളിച്ചറിയിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇറങ്ങിയത്. ആ സമയം ഞാൻ ഈരാറ്റുപേട്ടയിലെ റെസ്ക്യൂ ടീമുകൾ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ മെസ്സേജ് കൊടുത്തു, സാധ്യതയുണ്ട്, കളത്തിലിറങ്ങണം. 3 റെസ്ക്യൂ സംഘടനകളും ആ രാത്രി 12 മണി മുതൽ നേരം വെളുത്ത് 8 മണി വരെ നിരവധിയായിട്ടുള്ള ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു. അവരുടെ കയ്യിലുള്ള ബോട്ടും ട്യൂബും അടക്കമുള്ള പരിമിതമായ ഉപകരണങ്ങൾ വെച്ചിട്ട് നിരവധിയായിട്ടുള്ള ജീവനുകളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ മാതൃകാപരമായ കാര്യമാണ്. അതിനുശേഷം നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ, സംഘടനകളൊക്കെ ചേർന്ന് എല്ലാ വീടുകളും കടകളും ക്ലീൻ ചെയ്ത് ആ ഒരു പ്രോസസ്സിംഗ് പൂർത്തിയായി. വീട്ടിലെ ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രസാമഗ്രികൾ എന്ന് വേണ്ട മോട്ടോർ വാഹനങ്ങൾ അടക്കമുള്ള നമ്മുടെ യന്ത്ര സംവിധാനങ്ങൾക്ക് കേടുപാടുണ്ടാവും. മണിക്കൂറുകൾ വെള്ളം കയറി കിടക്കുമ്പോൾ അതൊക്കെ ഡാമേജ് ആവും. അത് പിറ്റേ ദിവസം തന്നെ ഇവിടെ നമ്മുടെ വിസ്ഡം ഓർഗനൈസേഷൻ, SDP അടക്കമുള്ള സംഘടനകൾ, മറ്റ് പല പാർട്ടികളും ഇവിടെ വീട്ടിലെ മോട്ടോർ, മിക്സി അടക്കമുള്ള വീട്ടുപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള പ്രത്യേക കൗണ്ടറിട്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം, ഇരുചക്ര വാഹനങ്ങളുടെ റിപ്പയറിംഗ് ആണ്. ആലുവയിലെ ഹീറോ ഷോറൂമിൽ നിന്നാണ് ഇവിടെ ഈ റിപ്പയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട സബീർ നമ്മുടെ KNMന്റെ സജീവ പ്രവർത്തകനാണ്. സബീറിന്റെ നേതൃത്വത്തിലുള്ള ആലുവയിലെ ഹീറോ ഷോറൂമിൽ നിന്നാണ് ഈ ശ്രമകരമായ വർക്കിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ കൂടെ ആ ഷോപ്പുമായി ബന്ധപ്പെട്ട്, ഷോറൂമുമായി ബന്ധപ്പെട്ടുള്ള സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ആളുകളെ പ്രശംസിക്കുന്നതോടൊപ്പം അവരെ ഈരാറ്റുപേട്ടയ്ക്ക് വെളിയിൽ നിന്നും ഇത്തരം സഹായവുമായി വരുന്ന ആളുകളെയാണ് നമ്മൾ ആദ്യം പ്രശംസിക്കേണ്ടത്. അവരുടെ സമയവും ഊർജവും ഒക്കെ നമ്മുടെ നാടിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു 6-7 ദിവസത്തോളം നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടുകാരെ അനുഭവിച്ച വേദന എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പൊ അന്ന് മനസ്സിൽ തോന്നിയതാണ്, ഇനി എവിടെ എന്ത് മീൻസ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളെ കൊണ്ട് എന്താണ് സഹായിക്കാൻ പറ്റുന്നത് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. നമ്മളെ ആലുവയിലൊരു ഹോണ്ടയുടെ ഷോറൂമാണ് നടത്തുന്നത്, ഹോണ്ടയുടെ. അപ്പോൾ കഴിഞ്ഞ തവണ മുണ്ടക്കയത്ത് വെള്ളം കയറിയപ്പോൾ നമ്മുടെ നാസർക്കായിട്ട് ബന്ധപ്പെട്ട് നാസർക്ക് അതിനുള്ള സൗകര്യം ഒരു 10-45 വണ്ടികളാണ്, വലിയ കൂടുതൽ വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതും ഫ്ലഡ് കഴിഞ്ഞ് തൊട്ടുടനെ ആയതുകൊണ്ട് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നിരുന്നാലും നല്ല രീതിയിൽ നമുക്കതൊരു ചെയ്തു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആയാലും ഇനിയിപ്പോൾ ചെയർമാൻ പറഞ്ഞ പോലെ ഇനി വണ്ടികൾ വരികയാണ്, മീൻസ് കുറച്ചുകൂടിയും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ വന്നിട്ട് തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ചെയ്തു തരാം.